എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ സൻഹയും അതേപോലെ ജുവോണും കൂടി അവിടെ തറയിൽ കിടക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. പെട്ടെന്ന് തന്നെ അവളെ ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കും, നീ എൻ്റെ അടുത്ത് നിന്ന് എന്താ മറച്ചു വയ്ക്കുന്നത്? അതുകൊണ്ടല്ലേ നീ എന്നെ ഇപ്പം മന്ദബുദ്ധി എന്ന് വിളിക്കുന്നത്? എന്നാൽ നമ്മുടെ സൻഹയാണെങ്കിൽ റിപ്ലൈ കൊടുക്കാനേ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ലാസ്റ്റ് ബസ് കാണിച്ചിട്ട് അവളുടെ അടുത്ത് പറയും, നമുക്ക് ഈ ബസ് കിട്ടിയില്ലെങ്കിൽ ഇനി വീട്ടിൽ പോകാൻ പറ്റത്തില്ല എന്ന്. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും ഓടി അവിടേക്ക് വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവർ വീടിൻ്റെ മുമ്പിൽ എത്താൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ ഹേജുനിരിക്കുന്ന കാണുന്നതാണ്. അവനാണെങ്കിൽ വന്നിട്ട് ഇവരുടെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അതായത് അവൻ്റെ അമ്മ വന്നിരുന്നു, പൈസ എല്ലാം കൊടുത്തിട്ട് പോയി, എന്നെ അവനെ മീറ്റ് ചെയ്തതേ ഇല്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജുവോണിന് നല്ല ദേഷ്യം വരും. ഉടനെ എന്നെ സൻഹ പറയും, നീ എന്തായിരുന്നാലും ഒരു കാര്യത്തിൽ സമാധാനിക്ക്, നിനക്ക് ഇനി പൈസയൊന്നും തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മുടെ ഹേജും പറയും, പൈസയുടെ അല്ല, എങ്കിലും എന്നെ അമ്മ കാണാൻ വേണ്ടിയിട്ട് വന്നില്ലല്ലോ, അമ്മയ്ക്കിപ്പോൾ ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേരിലല്ല എന്നെ കാണാൻ വരാതിരുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹേജുനാണെങ്കിൽ നേരെ വന്ന് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നതാണ്. അതായത് അമ്മ വന്ന് ക്യാഷ് തന്ന കാര്യമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, ഇനി എന്തായിരുന്നാലും എനിക്ക് അമ്മയെ കാണണമെന്നില്ല, അമ്മ എന്തായിരുന്നാലും എന്നെ വിളിക്കാൻ വന്നില്ലല്ലോ എന്ന്. ഇവിടെ നമ്മളുടെ ജീവോന്റെ അച്ഛനും അങ്ങ് ഒരുമാതിരി ആയായിരുന്നു. അയാൾക്ക് ഇവിടെ നന്നായിട്ട് മനസ്സിലാവും നമ്മളുടെ ഹേജുനാണെങ്കിൽ നല്ല വിഷമമുണ്ട് എന്ന്. അവൻ പറയും, അവനവൻ്റെ ആൻറ്റീനെ കണ്ടപ്പോഴാണ് ഈ സത്യം അറിഞ്ഞത് എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ഹേജുന് അവിടെ നിന്നങ്ങ് പോവും. ഉടനെ തന്നെ ജീവൻ വന്നിട്ട് പറയും, അവൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട, എനിക്ക് സന്തോഷമുണ്ട്, അവൻ്റെ ഫീലിങ്സ് അച്ഛനടുത്ത് ഒന്ന് തുറന്നു പറഞ്ഞില്ലേ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹേജുനാണെങ്കിൽ എല്ലാവരും ഉറങ്ങി കഴിയുന്നതും അവൻ്റെ ബെഡ്ഷീറ്റിൻ്റെ അടിയിലായിട്ട് കിടന്ന് നല്ലതുപോലെ കരയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കും അടുത്ത ദിവസം നമ്മളുടെ ജീവന്റെ അച്ഛനും സൻഹയുടെ അച്ഛനോട് ഇരുന്ന് സംസാരിക്കുന്നത്. അവിടെയാണെങ്കിൽ നമ്മുടെ സൻഹയുടെ അച്ഛൻ പറയും, അതായത് സൻഹയുടെ അമ്മയാണെങ്കിൽ ഇപ്പോൾ ആ കൊച്ചുമായിട്ട് സിയോളിൽ പോയിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ മോനിന് മനസ്സമാധാനമായിട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളുടെ ജീവന്റെ അച്ഛൻ പറയും, ഇനി എന്തായിരുന്നാലും ഹേജുനും സമാധാനമായിട്ടിരിക്കാമല്ലോ. എന്നാൽ ഇപ്പോഴത്തെ അവരുടെ ടെൻഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹേജുൻ്റെ അച്ഛനെ പറ്റി ആലോചിച്ചിട്ടാണ്, അയാൾ എന്തെങ്കിലും കേസ് കൊടുത്താലോ എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ ഹേജുനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ അച്ഛൻ വരും. എന്നിട്ട് US-ലുള്ള വലിയ വലിയ കോളേജുകളെ പറ്റിയൊക്കെ പറയും. ഇവിടെ നമ്മളുടെ ഹേജും പറയും, നിങ്ങൾക്ക് ഇത്രയും കാലം എന്നെ പറ്റി ഒരു ബോധം ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഇനിയും നിങ്ങളുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടും. അതേസമയം തന്നെ നമ്മുടെ ഹേജുൻ്റെ മാച്ച് നടക്കുമായിരുന്നു. അവൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറയും, എടാ നമ്മൾ ഈ മാച്ചിൽ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിയോയുള്ള വലിയ കോളേജിൽ പഠിക്കാനുള്ള അവസരം കിട്ടുമെന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ ഹേജുൻ്റെ അച്ഛനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അയാളും ആ മാച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെ ഇരിക്കുന്ന ജഡ്ജസിനൊക്കെ നമ്മുടെ ഹേജുനെ പറ്റി നല്ല അഭിപ്രായമാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജുവോൺ ആണെങ്കിൽ സൻഹയുടെ ബെഡ്റൂമിലായിട്ട് വരുന്നതാ. അവൻ്റെ ബെഡ്ഷീറ്റ് മാറ്റി അതെടുത്ത് കഴുകാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മുടെ സൻഹ അതിന് സമ്മതിക്കത്തില്ല. അവൾ അവിടെ വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ സൻഹയ്ക്ക് അവളുടെ മുകളിലായിട്ട് വന്ന് വീണില്ലായിരുന്നു ആ ഒരു സംഭവമൊക്കെ ഓർമ്മ വരുന്നത്. പെട്ടെന്ന് തന്നെ അവൻ പറയും, നീ എൻ്റെ ബെഡ്ഷീറ്റിൽ ഇരിക്കരുത്, വേഗം തന്നെ ഇവിടുന്ന് പോകണമെന്ന്. എന്നാൽ നമ്മുടെ ജുവോൺ ആണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവൾ ആ കട്ടിൽ കയറി അങ്ങ് കിടക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സൻഹയാണെങ്കിൽ ഇവളെ പിടിച്ചങ്ങ് പുറത്താക്കും. എന്നിട്ട് പറയും, മേലെ എൻ്റെ കട്ടിൽ കയറി പോകരുത് എന്ന്. നമ്മളുടെ ജുവോൺ ആണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. ഇവിടെ നമ്മളുടെ സൻഹയുടെ പ്രശ്നം എന്ന് പറയുന്നത് അവനെങ്ങാണാൻ കൂടുതൽ നമ്മളുടെ ജുവോൻ്റെ അടുത്ത് ക്ലോസ് ആയി കഴിഞ്ഞാൽ അവൻ്റെ ഫീലിങ്സ് ഒക്കെ എക്സ്പോസ് ആവൂ എന്ന് ആലോചിച്ചിട്ടാ. ജുവോൺ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് ഇക്കാര്യം വന്ന് നമ്മുടെ ഹേജുൻ്റെ അടുത്ത് പറയും. അതായത് സൻഹ ഇപ്പോൾ ഭയങ്കര വിയേർഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന്. ഹേജുനോട് പറഞ്ഞ് മനസ്സിലാകും, അതായത് അവനിപ്പോൾ ഒരുപാട് വലുതായില്ലേ, അതുകൊണ്ടായിരിക്കും നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന്. ഇവിടെ നമ്മളുടെ സൻഹയുടെ എക്സാം വരുമായിരുന്നു. അടുത്ത ദിവസം നമ്മളുടെ ജുവോൺ ആണെങ്കിൽ ക്ലാസ്സിൽ പോകുന്നത് അവളുടെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഓരോരോ കാർഡുകൾ തയ്യാറാക്കുക അവരുടെ ബോയ് ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജുവോണും അവളുടെ ബ്രദേഴ്സിന് വേണ്ടിയിട്ട് 2 കാർഡ് തയ്യാറാക്കും. എന്നിട്ട് അവൾ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കും. എക്സാമിൻ്റെ അന്ന് രാവിലെ ഇവർക്ക് 2 പേർക്കും അതൊക്കെ കൊണ്ടുവന്ന് ഗിഫ്റ്റ് ചെയ്യും. ഇവരെ പറഞ്ഞു വിട്ട ഉടനെ തന്നെ നമ്മുടെ ജുവോൺ ആണെങ്കിൽ 2 അച്ഛന്മാരത്തോടെ ആയിട്ട് പെർമിഷൻ ചോദിക്കും. അതായത് ഇന്ന് അവർ എക്സാമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തോട്ടെ, ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഡിന്നർ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജുവോൻ്റെ അച്ഛനാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അതായത് നീ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തു എന്ന്. അവിടെയായിട്ട് ദാലും വരുന്നു എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സൻഹയും അതേപോലെ തന്നെ ഹേജുനും കൂടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണ്. അവരാണെങ്കിൽ അവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതായത് ജുവോൺ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡിന്നർ തന്നെയല്ലേ അറേഞ്ച് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരോട് ചേർന്നിട്ട് റൂഫ് ടോപ്പിലായിട്ട് ചെന്നിരുന്ന് നല്ലതുപോലെ എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങും. അവിടെ നമ്മളുടെ ജുവോണും സൻഹയും കൂടി ചേർന്നിട്ടാണ് മീറ്റൊക്കെ ഗ്രില്ല് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജുവോൻ്റെ കൈ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊള്ളും. വേഗം തന്നെ നമ്മുടെ സൻഹയാണെങ്കിൽ അവളുടെ കൈ കയറിയാൻ വേണ്ടിയിട്ട് അവളെ വിളിച്ചുകൊണ്ട് താഴെ വന്നിട്ട് ഓയിൻമെൻ്റ് ഒക്കെ ഇട്ട് കൊടുക്കും. അവിടെയായിട്ട് നമ്മുടെ ജുവോൺ അവളുടെ അടുത്ത് ചോദിക്കും, നീ എന്താ ഇപ്പോൾ ഭയങ്കര വിയേർഡായിട്ട് ബിഹേവ് ചെയ്യുന്നത്, നിന്റെ എക്സാം കഴിഞ്ഞല്ലോ, നിനക്കിനി പഴയതുപോലെ ആയിക്കൂടെ. ഇവിടെ നമ്മുടെ സൻഹയാണെങ്കിൽ ഒന്നും പറയാൻ റെഡി ആയിരുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പോകാനിരുന്നു. അപ്പോൾ നമ്മുടെ ജുവോൺ പറയും, അവിടെ നമ്മളുടെ ഹേജുനും ദാലും കൂടെ കുറച്ച് നേരം കൂടെ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യട്ടെ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്നും അറിയണ്ടേ. ഇവിടെ നമ്മുടെ സൻഹയ്ക്കാണെങ്കിൽ അതിന് ഒട്ടും താല്പര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കുറച്ച് നേരം കൂടി നമ്മളുടെ ജുവോണിൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ ഫീലിങ്സ് കൺഫ്യൂസ് ചെയ്യുമെന്ന് അവന് നല്ല ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് നേരം അവിടെ താഴെ ഇരിക്കാൻ റെഡി ആവത്തില്ല. അതേസമയം തന്നെ നമ്മളുടെ ഹേജുനാണെങ്കിൽ ദാലിൻ്റെ അടുത്ത് പറയും, അതായത് അവൻ്റെ അമ്മ ഇവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, എന്നാൽ അവനെ മീറ്റ് ചെയ്യാണ്ട് തന്നെ അവൻ്റെ അച്ഛനെ കണ്ടിട്ട് അങ്ങ് പോയി എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ദാലിനങ്ങ് ഭയങ്കര സങ്കടവും. അവൾ ഇവിടെ നിന്ന് കരയാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ
നമ്മുടെ ഏജും ചോദിക്കും നീ എന്തിനായിരുന്നു കരയുന്നത്. അപ്പോൾ നമ്മുടെ ദാലു പറയും എൻ്റെ മുമ്പിൽ ഇരുന്ന് ആരെങ്കിലും സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം വരുമെന്ന്. ഉടനെ തന്നെ നമ്മളുടെ ഏജനാണെങ്കിൽ ഇവളുടെ അടുത്ത് പറയും എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് സൻഹേനെ ഭയങ്കര ഇഷ്ടമായെന്ന്. അവൻ്റെ അടുത്ത് നിനക്ക് നല്ല ക്രഷ് അല്ലേ, ഞാൻ നിനക്ക് ബെസ്റ്റ് ഓഫിലേക്ക് നേരുവാ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ദാലിൻ്റെ മൈൻഡ് വീണ്ടും അങ്ങ് ഔട്ടാവും. അവൾ ഒത്തിരി അപ്സെറ്റ് ആയിട്ട് പറയും എനിക്ക് അങ്ങനെയൊന്നുമില്ല, നിനക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നതാ എന്ന്. എന്നാൽ ഇതൊന്നും കേൾക്കാൻ നമ്മുടെ ഹേജുൻ റെഡി ആയിരുന്നില്ല. അതേസമയം തന്നെ നമ്മുടെ ജൂണും അതേപോലെ സൻഹയും എവിടേക്ക് വരും. പെട്ടെന്ന് തന്നെ അവരെല്ലാവരും പറയും എന്തായിരുന്നാലും നമ്മളുടെ ദാലിനും പോകാനുള്ള സമയമായില്ലേ, അവളെ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹേജും പറയും എന്തായിരുന്നാലും സൻഹ കൊണ്ടാക്ക്, ഞാനും ജൂണും കൂടി ചേർന്നിട്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കാന്. എന്നാൽ നമ്മുടെ ജൂൺ പറയും വേണ്ട വേണ്ട, നീ അങ്ങ് കൊണ്ടാക്കിയാൽ മതി, ഞാനും സൻഹയും കൂടി ഇവിടെ വൃത്തിയാക്കാം. യഥാർത്ഥത്തിൽ സന്യക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ജൂണിനെ അവോയ്ഡ് ചെയ്തോളാൻ വയ്യ. അതുകൊണ്ട് അവൻ പറയും കുഴപ്പമില്ല, ഞാൻ തന്നെ ദാലിനെ കൊണ്ടാക്കാമെന്ന്. ഇവിടെ നമ്മുടെ ഹേജുനാണെങ്കിൽ ദാലിനെ നോക്കിയിട്ട് ബെസ്റ്റ് ഓഫിലേക്കൊക്കെ നേരും. അതേസമയം തന്നെ നമ്മളുടെ ജോൺ ആണെങ്കിൽ ഹേജുൻ്റെ അടുത്ത് ചോദിക്കും നിനക്ക് തോന്നുന്നുണ്ടോ നമ്മളുടെ സൻഹയ്ക്ക് ദാലിനെ ഇഷ്ടമാണെന്ന്. അപ്പോൾ നമ്മളുടെ ഹേജും പറയും എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജോണിന് കുറച്ച് സമാധാനമാവും. അവൾ പറയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാര്യം കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയേനെ എന്ന്. അതേസമയം തന്നെ നമ്മളുടെ സൻഹയും അതേപോലെ ദാലും കൂടി സംസാരിച്ച് നടന്നു പോവുക. അവിടെ നമ്മുടെ ദാല് പറയും നിനക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്നും വേണ്ട, എനിക്ക് നിൻ്റെ അടുത്ത് ഇഷ്ടമൊന്നുമില്ല. അവിടെ നമ്മളുടെ സൻഹ പറയും എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് ഹേജുനെ ഇഷ്ടമാണ്. എന്നാൽ അവനാണെങ്കിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല, നീ അവൻ്റെ അടുത്ത് നിന്റെ ഫീലിങ്സ് കൺഫ്യൂസ് ചെയ്യാൻ എന്താ. ഉടനെ തന്നെ നമ്മുടെ ദാല് പറയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും എനിക്ക് അവനെ കാണാൻ പറ്റിയില്ലെങ്കിലോ. ഇവിടെ നമ്മുടെ സൻഹയുടെ സിറ്റുവേഷൻ അത് തന്നെയല്ലേ. അപ്പോൾ അവൻ പറയും നിന്റെ അവസ്ഥ എനിക്ക് ആരെക്കാട്ടി നന്നായിട്ട് മനസ്സിലാവും എന്ന്. അങ്ങനെ അവനാണെങ്കിൽ നമ്മുടെ ദാലിനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്നതും അവൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കോൾ വരും. നമ്മുടെ സൻഹയാണെങ്കിൽ എടുത്തിട്ട് പറയും എന്നെ വിളിക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നാൽ അവിടെ നമ്മളുടെ സോയി ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നേ. പെട്ടെന്ന് തന്നെ നമ്മുടെ സൻഹയാണെങ്കിൽ അവൻ്റെ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുപ്പിച്ചിട്ട് പറയും സോയിയുടെ പേര് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നതൊന്ന് നിർത്തണം. അവിടെ അവൻ്റെ അമ്മയാണെങ്കിൽ ചോദിക്കുന്നത് അവനിനി അടുത്തത് എവിടെയാണ് അഡ്മിഷൻ എടുക്കുന്നത് എന്നാ. സിയോളിൽ അഡ്മിഷൻ എടുക്കാനാണെങ്കിൽ അവൻ്റെ അമ്മ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയും. എന്നാൽ നമ്മളുടെ സൻഹയ്ക്കാണെങ്കിൽ അതിനൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ്റെ അമ്മ പറയും ഞാൻ മരിക്കാൻ കിടക്കുമ്പോഴെങ്കിലും നീ എന്നെ കാണാൻ വരണം കേട്ടോ എന്നും പറഞ്ഞിട്ട് അവർ കോൾ അങ്ങ് കട്ട് ചെയ്യും. ഇവിടെ നമ്മളുടെ സൻഹയൊന്നും പറയത്തില്ലെങ്കിലും അവന് നല്ല വിഷമമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ സൻഹേനെ അവൻ്റെ ടീച്ചർ നല്ലപോലെ ഉപദേശിക്കുന്നതാ. അവന് നല്ല മാർക്ക് വന്നതുകൊണ്ട് തന്നെ സിയോളിൽ അവൻ അഡ്മിഷൻ കിട്ടുമെന്ന്. എന്നാൽ നമ്മുടെ സൻഹയ്ക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറയും. അവൻ്റെ ടീച്ചർ അവൻ്റെ പേരൻ്റെ അടുത്ത് സംസാരിക്കും എന്ന് പറയും. അതേസമയം തന്നെ നമ്മളുടെ ഹേജനില്ലേ അവൻ്റെ അടുത്ത് അവൻ്റെ ടീച്ചർ ഇതേ സെയിം കാര്യം തന്നെ പറയുന്നത്. അവൻ്റെ ബാസ്കറ്റ് ബോളിൻ്റെ മാച്ച് കാരണം അവന് സിയോളിൽ നല്ല അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന്. ഇവിടെ നമ്മളുടെ ഹേജുനും ഇവിടെ തന്നെ നിൽക്കാനായിരുന്നു താല്പര്യം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹേജുൻ്റെ അതേപോലെ തന്നെ സിയോളിലെ വലിയൊരു ടീമുമായിട്ടുള്ള മാച്ച് നടക്കാൻ പോകുമായിരുന്നു. ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ സണ്ണി അങ്ങോട്ട് പോകാനൊരുങ്ങുന്നതും അവൻ്റെ ടീച്ചർ വന്നിട്ട് പറയും ഞാൻ നിൻ്റെ അച്ഛനെ കോൺടാക്ട് ചെയ്തായിരുന്നു, അച്ഛൻ പറഞ്ഞത് നിൻ്റെ ഇഷ്ടം എന്താണോ അതേപോലെ ചെയ്താൽ മതി എന്നാണ്. നമ്മുടെ സന്നയാണെങ്കിൽ ഹേജുൻ്റെ മാച്ച് കാണാൻ വേണ്ടിയിട്ട് പോകാനൊരുങ്ങുന്നതും അവിടെയായിട്ട് നമ്മുടെ ഹേജുൻ്റെ അച്ഛനെ കാണും. അവനാണെങ്കിൽ വിചാരിക്കും ഒരു പക്ഷെ അവന് വെറുതെ തോന്നിയതായിരിക്കും എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ ഹേജുൻ്റെ അച്ഛൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ജൂഹോണും ദാലും കൂടി ആ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് വരാൻ നേരത്ത് അവിടെ എങ്ങും സീറ്റ് ഉണ്ടായിരുന്നില്ല. അവിടെയായിട്ട് നമ്മളുടെ ജൂഹോണിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ഇല്ലേ അവനാണെങ്കിൽ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മുടെ ജൂഹോൺ അവിടെ തന്നെ വന്നിരിക്കേണ്ടതായിട്ട് വരും. സൻഹ ഇത് കാണുന്നത് അവനാണെങ്കിൽ ഈ ചെറുക്കനെ പിടിച്ച് മാറ്റിയിട്ട് അവൻ ഇവരുടെ രണ്ടുപേരെ നടുക്കായിട്ട് കയറിയെങ്കിരിക്കും. അങ്ങനെ മാച്ചിലൊക്കെ നമ്മളുടെ ഹേജു നല്ല കിടിലായിട്ട് പെർഫോം ചെയ്ത് അവൻ തന്നെ ജയിക്കുകയൊക്കെ ചെയ്യും. അവിടെ അവൻ്റെ അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അയാൾ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്തിട്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നത് വീണ്ടും നമ്മുടെ സൻഹ അയാളെ കാണും. അങ്ങനെ വേഗം തന്നെ അവനാണെങ്കിൽ ഇയാളെ ഫോളോ ചെയ്ത് വരും. എന്നിട്ട് വന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഹേജുൻ്റെ പുറകെ നടക്കുന്നതെന്ന്. അപ്പോൾ അയാൾ പറയും ഇത് വലിയവരുടെ കാര്യമാണ്, കൊച്ചു പിള്ളേർ ഇതിൽ തലയിടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നങ്ങ് പോകും. ഇവിടെ നമ്മളുടെ സൻഹയ്ക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. അയാളിപ്പോൾ നേരെ പോകുന്നത് നമ്മളുടെ ജുവൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ്. സൻഹ വേഗം തന്നെ നമ്മളുടെ ഹേജുനെ കണ്ടിട്ട് ഇക്കാര്യം പറയും. ഹേജു വേഗം തന്നെ അവൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഓടി വരും. നമ്മളുടെ ഈ ഹേജുൻ്റെ അച്ഛനാണെങ്കിൽ ജുവൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അയാൾ വന്നിട്ട് പറയുന്നതിന് ഞാൻ എൻ്റെ മോനെ US വിട്ട് വലിയൊരു ഫുട്ബോൾ മാച്ചറാക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കത്തില്ലല്ലോ എന്ന്. ഇവിടെ ഇയാളാണെങ്കിൽ നമ്മളുടെ ജുവൻ്റെ അച്ഛനെ ഒത്തിരി പറയും. അതേസമയം തന്നെ അവിടെയായിട്ട് സന്നയുടെ അച്ഛൻ കയറി വരും. അയാൾക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അയാൾ ചോദിക്കും ഇത്രയും കാലം നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു? നിങ്ങളുടെ മോൻ കഴിക്കാൻ പോലും ഒന്നും ഇല്ലാണ്ട് കിടന്ന സമയത്ത് ഇദ്ദേഹമാണ് അവനെ എടുത്ത് വളർത്തി വലുതാക്കിയത്. ഉടനെ തന്നെ നമ്മുടെ ഹേജുൻ്റെ അച്ഛൻ പറയും വളർത്തി വലുതാക്കിയോണ്ട് മാത്രം ഒരു കാര്യമില്ലല്ലോ, അവന് വേണ്ടത്ര ഓപ്പർച്യൂണിറ്റീസും കൊടുക്കണ്ടേ, നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കൂ. ഇവിടെയാണെങ്കിൽ നമ്മളുടെ ജുവൻ്റെ അച്ഛൻ പറയും ഞാൻ അവനെ US വിട്ട് പഠിപ്പിച്ചോളാം എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹേജുൻ്റെ അച്ഛൻ ചോദിക്കും അതിന് നിങ്ങളുടെ കയ്യിൽ എവിടുന്ന ഇത്രയും ക്യാഷ്? നിങ്ങളുടെ ഈ പാട്ടക്കട വിറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ? ഇത് കേൾക്കുന്നേ നമ്മളുടെ സൻഹയുടെ അച്ഛന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അയാളാണെങ്കിൽ നമ്മുടെ ഈ ഹേജുൻ്റെ അച്ഛനെ അവിടെ നിന്ന് ഓട്ടിക്കാനായിട്ട് നോക്കും. അയാൾ വേഗം തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ അതിലെ നമ്മുടെ ഹേജും വരും. അവൻ വന്നിട്ട് അവൻ്റെ അച്ഛനടുത്ത് ചോദിക്കും നിങ്ങൾ എന്തോ എൻ്റെ അച്ഛനടുത്ത് പറഞ്ഞത് എന്ന്. അപ്പോൾ അയാൾ പറയും ഞാൻ എന്തുവാ നിൻ്റെ അടുത്ത് പറഞ്ഞ
പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിന്റെ അച്ഛനടുത്തും പറഞ്ഞേക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മളുടെ ഹേജുനാണെങ്കിൽ അയാളെ നല്ലതുപോലെ വാൺ ചെയ്യും, എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നോണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നമ്മളുടെ ഹേജുൻ്റെ അച്ഛൻ പറയുന്നത് തന്നെ, നിനക്ക് എൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയത്തില്ല, ഞാൻ എൻ്റെ കയ്യിലുള്ള സ്വത്തൊക്കെ വെറുതെ നശിപ്പിച്ച് കളയുന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ്റെ ആ കട പോലും പൂട്ടിക്കാനുള്ള കെൽപ്പ് എനിക്കുണ്ട്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഹേജുനങ്ങ് ഒരുമാതിരിയാവും. അവൻ പറയും, അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ എന്നെക്കാട്ടി മോശമായിട്ട് ആരും കാണത്തില്ല എന്ന്. നമ്മുടെ ഹേജുനാണെങ്കിൽ ഇപ്പോൾ നല്ല അപ്സെറ്റ് ആയിരുന്നു. അവൻ ഇതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും, ഒരുപക്ഷെ അവൻ്റെ അച്ഛൻ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാലോ എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അവൻ അവൻ്റെ വീട്ടിൽ വരുന്നത് നമ്മളുടെ ജുവോൻ്റെ അച്ഛനാണെങ്കിൽ ചോദിക്കും, നിനക്ക് US പോയി പഠിക്കാൻ വല്ല താല്പര്യമുണ്ടോ? ഇവിടെയായിട്ട് നമ്മളുടെ ഹേജും പറയും, എനിക്ക് സിയോളിൽ പഠിക്കാൻ അവസരം കിട്ടിയിട്ട് പോലും എനിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല, എനിക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാൻ ഒട്ടും ആഗ്രഹമില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജുവോൻ്റെ അച്ഛന് കുറച്ച് സമാധാനമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹേജുനും ജുവോണും സൻഹയും കൂടി ഒരുമിച്ച് ടെറസിൻ്റെ മുകളിലായിട്ടിരുന്ന് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നതാ. പെട്ടെന്ന് തന്നെ നമ്മുടെ സൻഹയ്ക്കാണെങ്കിൽ അവൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് കോൾ വരും. കോൾ എടുക്കുന്നത് നമ്മുടെ സൻഹ ഭയങ്കര ഷോക്കാവും. അവൻ വേഗം തന്നെ താഴെ വന്നിട്ട് അവൻ്റെ അച്ഛനടുത്ത് പറയും, അവൻ്റെ അമ്മയ്ക്ക് വലിയൊരു ആക്സിഡൻ്റ് ആയി, അവിടെ നമ്മുടെ സൂഹിയുടെ അച്ഛൻ മരിച്ചുപോയി എന്ന്. ഇത് പറയുന്നത് നമ്മുടെ സൻഹ ഭയങ്കര ഇമോഷണൽ ആവും. ഇതവൻ്റെ രണ്ടാമത്തെ വലിയൊരു ട്രോമയായിരുന്നു, അവൻ ഇത് ഹാൻഡിൽ ചെയ്യാനേ പറ്റത്തില്ല. നമ്മുടെ സൻഹയുടെ അച്ഛനും സൻഹയും കൂടി വേഗം തന്നെ സിയോളിലോട്ടങ്ങ് പോകും. അങ്ങനെ അവരവിടെ എത്തുന്നത് മനസ്സിലാവും, അതായത് സൻഹയുടെ അമ്മയുടെ സർജറി നടക്കുക എന്ന്. അവിടെയായിട്ട് സൻഹയുടെ അങ്കിളും ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ വന്നിട്ട് ഇവനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. നമ്മുടെ സൻഹ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കുഞ്ഞിലത്തെ അനിയത്തിയും ഇതേപോലെ തന്നെ സർജറിക്ക് കയറ്റിയിട്ടാണ് അവൾ അവസാനം മരിച്ചുപോയെന്ന് പറഞ്ഞ്. അവസാനം ഡോക്ടർ വന്നിട്ട് പറയും, അവർക്ക് കുഴപ്പമൊന്നുമില്ല, സർജറിയൊക്കെ നല്ലതുപോലെ നടന്നു എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ജുവോൻ്റെ അച്ഛനും ഹേജുനും ജുവോണും എല്ലാം നമ്മുടെ സൻഹയുടെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ അവൻ മെസ്സേജ് അയക്കും, അതായത് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഓക്കെ ആയി എന്ന്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആവുന്നതും അവിടെയായിട്ട് സൂഹി വരും. അവളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇത് കാണുന്ന നമ്മുടെ സൻഹയ്ക്ക് മനസ്സിലാവും, ഇവക്കാണെങ്കിൽ ഇവളുടെ അച്ഛനും അമ്മയ്ക്ക് സംഭവിച്ചു എന്തുവാന്നൊന്നും അറിയത്തില്ല. അവളാണെങ്കിൽ പറയും, എനിക്ക് അച്ഛനും അമ്മയും കാണണോ എന്ന്, അവർക്ക് എന്തോ വയ്യാതിരിക്കുമല്ലേ. ഇവിടെയായിട്ട് നമ്മളുടെ ഈ സൂഹിയുടെ അങ്കിൾ വന്നിട്ട് പറയും, മോളെ 5-6 ദിവസത്തേക്ക് മോൾ എൻ്റെ കൂടെ വീട്ടിൽ നിൽക്കുകയെന്ന്. എന്നീ കൊച്ചു വെച്ചാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. അവസാനം നമ്മുടെ സൻഹയാണെങ്കിൽ അവിടെ പറയും, വിഷമിക്കണ്ട, ഞാൻ നിന്റെ കൂടെ വന്ന് നിൽക്കാം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സൻഹയുടെ അച്ഛൻ ഭയങ്കര അപ്സെറ്റ് ആവും. അയാൾ വന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്താ ആലോചിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ നമ്മുടെ സൻഹ പറയും, അങ്കിളിനെ കൊണ്ട് മാത്രം എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഞാനും കൂടി അങ്കിളിനെ ഹെൽപ്പ് ചെയ്യാം. എന്തായിരുന്നാലും സൂഹിക്ക് ഇപ്പോൾ എൻ്റെ ആവശ്യമുണ്ട്, അവൾ കൊച്ചുകുട്ടിയല്ലേ, അവൾക്ക് ഞാനല്ലാതെ ഇനി വേറെ ആരാ ഉള്ളത്? ഇത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ സൻഹയാണെങ്കിൽ അവൻ്റെ അച്ഛനെ അങ്ങ് പറഞ്ഞു വിടും. അയാൾക്കാണെങ്കിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൻഹയും ചെറിയ കുട്ടിയല്ലേ, അവൻ്റെ സ്കൂളിൽ ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കാന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജുവോണാണെങ്കിൽ ഇതിനെപ്പറ്റി അറിയുന്നതാ. അവളിപ്പോൾ നല്ല അപ്സെറ്റ് ആയിരുന്നു. അവൾ വിചാരിക്കും, സൻഹ എങ്ങനെയായിരിക്കും അവിടെ ഇനി ജീവിക്കാൻ പോകുന്നത്? കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ അങ്കിളിനായിരുന്നാലും ബാക്കിയുള്ളവർക്കൊന്നും നമ്മുടെ സൻഹനെ നന്നായിട്ട് അറിയത്തില്ലല്ലോ. അവിടെ നമ്മുടെ സൻഹയാണെങ്കിൽ അവൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലും. അമ്മയുടെ കോലം കണ്ടിട്ട് അവന് നല്ല സങ്കടം വരും. അവനപ്പോൾ നല്ലതുപോലെ റിഗ്രറ്റ് ഉണ്ടായിരുന്നു. അതായത് അവൻ്റെ അമ്മയെടുത്ത് ഇത്രയും നാൾ എന്തൊക്കെയാണോ പറഞ്ഞത് അതൊക്കെ ആലോചിച്ചിട്ട് അവിടെ അവൻ ഓർക്കും, അതായത് ഇവൻ്റെ അനിയത്തി മരിക്കുന്നതിന് മുന്നേയായിട്ട് അവൻ്റെ അമ്മ എങ്ങനെയാണ് അവനെ കെയർ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജുവോൺ ആണെങ്കിൽ സൻഹേനെ വിളിക്കുന്നതാ. അവളാണെങ്കിൽ അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം അവൻ്റെ അടുത്ത് പറയും. എന്നിട്ട് പറയും, ഹേജുനിപ്പോൾ എന്നെ നല്ലതുപോലെ നോക്കുന്നേ, അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പോലും എനിക്ക് തരാൻ തുടങ്ങിയെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സൻഹയ്ക്ക് ചെറുതായിട്ടൊന്ന് ജലസടിക്കും. അവനും ഇവിടെ നമ്മളുടെ ജുവോണെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേരും കുറേ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ജുവോൺ ആണെങ്കിൽ വീട്ടിലായിട്ട് വന്നിട്ട് എല്ലായിടത്തും പറയും, നമുക്ക് സൻഹേനെ കാണാൻ വേണ്ടിയിട്ട് സിയോളിലായിട്ട് പോയാലോ എന്ന്. എന്നാൽ ആരും അതിന് റെഡി ആയിരുന്നില്ല. എല്ലാവരും പറയും, ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി കളഞ്ഞിട്ട് വരാനൊന്നും പറ്റത്തില്ല എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജുവോൺ അങ്ങ് ഒരുമാതിരിയാവും. അവൾ ചോദിക്കും, നിങ്ങൾക്കൊക്കെ സൻഹേനെ ഇഷ്ടമാണോ അല്ലേ എന്ന്. അവിടെ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും. ഇത് കേൾക്കുന്നേ അവളുടെ അച്ഛനാണെങ്കിൽ ഇവളെ കളിയാക്കിയിട്ട് വയ്ക്കും, നിനക്ക് മര്യാദയ്ക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ അറിയത്തില്ല, നീയാണോ ഇനി ഒറ്റയ്ക്ക് സിയോൾ വരെ പോകുന്നത്? ഇതും പറഞ്ഞിട്ട് എല്ലാവരും കൂടി അവളെ കളിയാക്കി വെച്ചിരിക്കും. അതേസമയം തന്നെ നമ്മുടെ ജുവോൺ ആണെങ്കിൽ പറയും, നാളെ എന്തായിരുന്നാലും ഞാൻ വീട്ടിൽ കാണത്തില്ല, ഞാൻ ദാലിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പോവുക എന്ന്. എന്നിട്ട് അവൾ രാവിലെ തന്നെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ സിയോളിലോട്ടാണ് വിടുന്നത്. അവളാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നോക്കുമ്പോൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് അവൾ ഞെട്ടിപ്പോവും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ ഇതിനു മുന്നേ ഒരിക്കലും അവിടെ നിന്ന് പുറത്തോട്ട് പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജുവോൺ എങ്ങനെയെങ്കിലൊക്കെ ആ സിയോളിലുള്ള ഹോസ്പിറ്റലായിട്ട് വന്ന് ചേരുന്നതാണ്. അവൾ അവിടെയാണെങ്കിൽ നോക്കാൻ നേരത്ത് നമ്മുടെ സൻഹ നടന്നു വരുന്ന കാണും. പെട്ടെന്ന് തന്നെ അവൾ ഒപ്പ എന്ന് വിളിക്കാനായിട്ട് വരുന്നതും അവിടെയായിട്ട് സൂഹി അവനെ ഒപ്പ എന്ന് വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് പറയും, അമ്മയ്ക്ക് ബോധം വന്നു എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ സൻഹയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് അവനവളെ കെട്ടിപ്പിടിക്കും. ഇത് കാണുന്നത് നമ്മളുടെ ജുവോണിന് ഭയങ്കര സങ്കടമാവും.
അവളപ്പോൾ പെട്ടെന്ന് വിചാരിക്കും ഇത്രയും നാളും ഞാൻ അവനെ എൻ്റെ സ്വന്തം ചേട്ടനായിട്ടാണ് വിചാരിച്ചത്. എന്നാൽ അവൻ എൻ്റെ യഥാർത്ഥ ചേട്ടനെ ആയിരുന്നില്ല, അവൻ സോയിയുടെ ചേട്ടനാണ്. അവനാണെങ്കിൽ ഇത്രയും നാളും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അഡോപ്ഷൻ ലെറ്ററിന് അതും സൈൻ ചെയ്യാനേ റെഡി ആയിരുന്നില്ല. അവൻ യഥാർത്ഥത്തിൽ എൻ്റെ ബ്രദർ അല്ല എന്നൊക്കെ ആലോചിച്ചിട്ട് അവളാണെങ്കിൽ ഈ സങ്കടം കാരണം അത്രയും ദൂരെ എത്തിയിട്ട് നമ്മുടെ സൻഹേനെ കാണാതെ അവിടെ നിന്ന് തിരിച്ചു പോകും. ഇവിടെ നമ്മുടെ ഹേജനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ നടന്നു വരാൻ നേരത്ത് അവിടെയായിട്ടൊരു പാർട്ട് ടൈം ജോബിൻ്റെ ഒരു നോട്ടീസ് കാണും. അവനങ്ങനെ അതിൽ ജോയിൻ ചെയ്താലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെയായിട്ട് നമ്മുടെ ദാല് നടന്നു വന്ന് കാണും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹേജിന് ഓർമ്മ വരും. അതായത് നമ്മളുടെ ജോൺ ആണെങ്കിൽ ദാലിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത്. അവനങ്ങനെ അത് വന്നിട്ട് ദാലിൻ്റെ അടുത്ത് ചോദിക്കും. യഥാർത്ഥത്തിൽ ദാലും ജോണും തമ്മിലുള്ളൊരു പ്ലാൻ ആയിരുന്നു. അതായത് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജോൺ അവളുടെ കൂടെ ഉണ്ടെന്ന് പറയണം എന്ന്. എന്നാൽ ഇവിടെയാണെങ്കിൽ നമ്മുടെ ദാലിന് കള്ളം പറയാൻ പറ്റത്തില്ല. അവൾ അവസാനം സത്യം പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹേജുൻ ഭയങ്കര അപ്സെറ്റ് ആയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തായിട്ട് വന്ന് നിൽക്കും. അവനാണെങ്കിൽ കുറേ തവണ നമ്മുടെ ജൂവോണിനെ കോൾ ചെയ്യും. എന്നാൽ അവളുടെ കോള് കിട്ടത്തേ ഇല്ല. കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ജൂവോൺ അതിൽ ഇറങ്ങി വരും. അവളുടെ മുഖം ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. ഉടനെ തന്നെ നമ്മുടെ ഹേജുനാണെങ്കിൽ വന്നിട്ട് അവളെ ഒത്തിരി വഴക്കുറയും. എന്നിട്ട് ചോദിക്കും, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ തനിച്ച് ആ സിയോള് വരെ പോയത്? എന്നിട്ട് എന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? അവിടെ നമ്മളുടെ ജൂവോൺ ആണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഉടനെ തന്നെ നമ്മുടെ ഹേജുനാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, നീ എന്ത് പൊട്ടിയാ? അത്രയും ദൂരം വരെ നീ കഷ്ടപ്പെട്ട് പോയിട്ട് നീ സൻഹേനെ കാണാതെ ഇങ്ങ് വന്നല്ലേ എന്നും പറഞ്ഞിട്ട് അവൻ ഇവളെ സമാധാനിപ്പിക്കാനായിട്ട് തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ ജുവോൺ ആണെങ്കിൽ പറയും, നീ ഇക്കാര്യം നമ്മുടെ വീട്ടിൽ ആരടുത്തും പറയണ്ട എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹേജുനാണെങ്കിൽ നേരെ ആ ഷോപ്പിലായിട്ട് വരുന്നതും അവിടെ നമ്മളുടെ ജുവോന്റെ അച്ഛനാണെങ്കിൽ രാത്രിയായിട്ടും കട അടയ്ക്കാണ്ട് തുറന്നു വെച്ചേക്കുവാണ്. അവിടുത്തെ ആ ഒരു അമ്മൂമ്മ ഇറങ്ങിപ്പോകുന്നത് നമ്മുടെ ഹേജും വന്നിട്ട് കാര്യം ചോദിക്കും. അപ്പൊ അവര് പറയും, എനിക്കറിയത്തില്ല, നിന്റെ അച്ഛന്റെ പ്രാന്താണ്. അങ്ങേരിപ്പോ പാതിരാത്രി വരെ കടയും തുറന്നു വെച്ച് ഓവർ ടൈം ചെയ്തുകൊണ്ടിരിക്കുക എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹേജുനങ്ങ് ഒരുമാതിരിയാവും. അവൻ വേഗം തന്നെ വന്ന് അവന്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. കൂട്ടത്തിൽ തന്നെ അവന്റെ അച്ഛൻ നല്ലതുപോലെ ടയേർഡ് ആയതുകൊണ്ട് അച്ഛന് വന്ന് മസാജൊക്കെ ചെയ്തു കൊടുക്കും. എന്നിട്ട് പറയും, എനിക്ക് നല്ലൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ അച്ഛനെ ഇങ്ങനെ പണിയെടുക്കാൻ സമ്മതിക്കത്തേ ഇല്ല എന്ന്. അവിടെ നമ്മളുടെ ജുവോന്റെ അച്ഛൻ പറയും, എനിക്കിനി എത്രയൊക്കെ വയ്യാണ്ടായാലും ഞാൻ ജോലി എടുത്തുകൊണ്ടേ ഇരിക്കും, നീ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സൻഹയുടെ അമ്മേനെയായിരുന്നു. അവരുടെ കാല് രണ്ടും ഇപ്പൊ പാരലൈസ് ആയിരിക്കുവാണ്. അവർക്കാണെങ്കിൽ ഇതുവരെയും അവരുടെ ആ ഒരു റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല. അവരവിടെ എഴുന്നേക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ട്രൈ ചെയ്യും. ഇതും കണ്ടുകൊണ്ട് നമ്മുടെ സൻഹ കയറി വരും. അവനാണെങ്കിൽ അവന്റെ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ്റെ അമ്മയാണെങ്കിൽ ഇവനെ അങ്ങ് ദൂരോട്ട് തള്ളി മാറ്റും. എന്നിട്ട് പറയും, നിനക്കിപ്പോൾ സമാധാനമായി കാണുമല്ലോ എൻ്റെ ഈ ഒരു കോലം കണ്ടിട്ട്. എൻ്റെ മോള് മരിച്ചതിന് ശേഷം, എൻ്റെ ഡിവോഴ്സ് ആയതിനു ശേഷം എനിക്ക് കിട്ടിയൊരു ഹാപ്പിനെസ് ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ്. എൻ്റെ ഹസ്ബൻഡ് ഇനി പോയതിനു ശേഷം ഞാൻ എന്തിനാ എന്നെ ജീവിച്ചിരിക്കുന്നത്? ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ സൻഹയും ഭയങ്കര ഇമോഷണലാവും. ഇവിടെ അവൻ്റെ അമ്മയാണെങ്കിൽ സ്വന്തമായിട്ട് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. പെട്ടെന്ന് തന്നെ സൻഹയാണെങ്കിൽ അവൻ്റെ അമ്മേനെ തടഞ്ഞു നിർത്തിയിട്ട് പറയും, അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളും കൂടി പോയി കഴിഞ്ഞാൽ എൻ്റെ സൂഹിയുടെ അവസ്ഥ എന്തുമായിരിക്കും എന്ന്? ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ സൻഹ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് അങ്ങ് ഇറങ്ങും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ അവൻ്റെ അമ്മയും അങ്ങ് ഒരുപാട് തളർന്നു പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സൻഹയുടെ അങ്കിൾ അവനെ പിടിച്ചിരുത്തി സംസാരിക്കുന്നത്. അതായത് അവൻ ഈ സിയോളിലോട്ട് സ്കൂൾ ഷിഫ്റ്റ് ആവണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ കാര്യം ആര് നോക്കാനാ? എനിക്കിനി ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന്. ഇവിടെ നമ്മുടെ സൻഹയാണെങ്കിൽ ആദ്യമേ പറ്റത്തില്ല എന്ന് പറയും. എന്നാൽ അവൻ്റെ അങ്കിള് പറയും, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് നിന്റെ അമ്മയ്ക്ക് ആരാ ഉള്ളത്? അമ്മയാണെങ്കിൽ എപ്പോഴും സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ചെയ്യത്തില്ലേ? അപ്പം നീ വേണ്ടേ നിന്റെ അമ്മേനെ പൊന്നുപോലെ നോക്കാൻ? ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ സൻഹ ഭയങ്കര വലിയൊരു ചിന്തയിലങ്ങ് മുഴുകിപ്പോവും. അവന് തന്നെ അറിയത്തില്ല ഇപ്പം എന്താ ചെയ്യണ്ടേ എന്ന്. അങ്ങനെ അവൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നതും അവൻ വേഗം തന്നെ നമ്മുടെ ജുവോണിനെ വിളിക്കും. എന്നാൽ അവളുടെ ഫോണാണെങ്കിൽ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് കോള് റിസീവ് ആവത്തില്ല. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ജുവോൺ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ സൻഹയുടെ മെസ്സേജ് ഉണ്ട്. അതായത് അവൻ വീട്ടിലോട്ട് വരിക എന്നും പറഞ്ഞിട്ട്. ഇത് കണ്ട് നമ്മുടെ ജുവോൺ ഭയങ്കരമായിട്ടങ്ങ് സന്തോഷിക്കും. അവൾ വേഗം തന്നെ ഇക്കാര്യം വന്ന് നമ്മുടെ ഹേജിൻ്റെ അടുത്ത് പറയും. ഇവർ രണ്ടുപേരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ അവളുടെ അച്ഛനെ വിളിച്ച് കാര്യം പറയാൻ വേണ്ടി കോൾ ചെയ്യും. എന്നാൽ നമ്മളുടെ ജുവോൻ്റെ അച്ഛൻ കോൾ എടുക്കത്തേ ഇല്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജുവോണും ഹേജിനും എന്തോ ഒരു പന്തികേട് തോന്നി വേഗം തന്നെ അവർ ഷോപ്പിൽ വന്ന് നോക്കുമ്പോൾ അവരുടെ അച്ഛനിവിടെ ബോധം കെട്ടി കിടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ രണ്ടെണ്ണോട് ചേർന്നിട്ട് അച്ഛനെ എടുത്തുകൊണ്ടൊന്ന് ഹോസ്പിറ്റലിലാക്കും. അപ്പോൾ ഡോക്ടർ പറയും, അതായത് ഇയാളാണെങ്കിൽ ഒരുപാട് ഓവർ ടൈം വർക്ക് ചെയ്തതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു അവസ്ഥയിലായത് എന്ന്. നമ്മളുടെ ജുവോൻ്റെ അച്ഛന് ബോധം വരുന്നതും ഇവർക്ക് ചോദിക്കുന്നത്, നിങ്ങൾ സ്കൂളിൽ പോയില്ലേ എന്നാ. എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് ജുവോണിൻ്റെ അച്ഛൻ പറയും. ഇവിടെ നമ്മളുടെ ഹേജിനാണെങ്കിൽ പറയും, എനിക്കിന്ന് ക്ലാസ് ഇല്ല, ഞാൻ ഇന്ന് അച്ഛൻ്റെ കൂടെ നിന്നോളാം എന്ന്. അവസാനം നമ്മളുടെ ജുവോൺ ആണെങ്കിൽ ക്ലാസ്സിന് പോവേണ്ടതായിട്ട് വരും. എന്താണെന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ അത്രയ്ക്ക് അപ്സെറ്റ് ആയിരുന്നു. നമ്മളുടെ ഹേജനും അതേപോലെ ജുവോണിൻ്റെ അച്ഛനും നമ്മുടെ സൻഹയുടെ അച്ഛനും മൂന്നുപേരും കൂടി കാലിൽ തിരിച്ചു വരാൻ നേരത്ത് നമ്മുടെ ഹേജും പറയും, ഞാൻ എന്തായിരുന്നാലും പോയി മെഡിസിൻ വാങ്ങിയിട്ട് വരാം എന്ന്. അതേസമയം തന്നെ വീട്ടിലെത്തുന്ന നമ്മുടെ ജുവോണിൻ്റെ അച്ഛനും സൻഹയുടെ അച്ഛനും കൂടി ഇരുന്ന് സംസാരിക്കും. സൻഹയുടെ അച്ഛൻ ചോദിക്കുന്നത് തന്നെ, നീ ഇത്രയും ഓവർ ടൈം ചെയ്യുന്നത് ഹേജുനെ US പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടല്ലേ? നീയാണെങ്കിൽ ഇത്രയൊക്കെ പണിയെടുത്തിട്ട് നിന്നെ കൊണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവിടെ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛൻ പറയും, ഞാൻ എത്രയൊക്കെ നോക്കിയിട്ടും എന്നെ കൊണ്ട് അതിന് പറ്റുന്നില്ല
എന്ന്. എങ്കിലും എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മളുടെ സൻഹയുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ അവനെ അവൻ്റെ അച്ഛൻ്റെ കൂടെ പറഞ്ഞു വിട്, അതാകുമ്പോൾ നിനക്ക് ഇനി ഒരിക്കലും ഗിൽറ്റി ഫീൽ അടിക്കത്തില്ലല്ലോ. അവനാണെങ്കിൽ അവൻ്റെ പഠിത്തവും നടക്കും. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ജുവോൻ്റെ അച്ഛനാണെങ്കിൽ ഒന്നും പറയത്തില്ല. അയാൾക്കാണെങ്കിൽ ഇപ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ ഹേജും പുറത്തു നിന്ന് കേൾക്കും. അതായത് അവനിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇവൻ്റെ അച്ഛനിപ്പോൾ വയ്യാണ്ടായതിൻ്റെ റീസൺ തന്നെ അവനാണ് എന്ന്. അവൻ ഇക്കാര്യം വന്ന് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും. അപ്പോൾ അവൻ്റെ ഫ്രണ്ടും ഇത് തന്നെ സജസ്റ്റ് ചെയ്യുന്നത്, അതായത് നീ നിൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ പോ, അയാളെ നീ എന്തായിരുന്നാലും ഈ ഒരു പഠിത്തത്തിന് വേണ്ടിയിട്ടൊന്ന് ഊറ്റിയെടുക്ക്, അയാൾ നിൻ്റെ പഠിത്തത്തിനുള്ള ക്യാഷ് എല്ലാം ചിലവാകട്ടെ, അത് കഴിഞ്ഞിട്ട് നിനക്ക് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞ് നീ നിൻ്റെ ഈ അച്ഛനെ വന്ന് പൊന്നുപോലെ നോക്കിയാൽ പോരെ. ഇവിടെ നമ്മളുടെ ഹേജും പറയുന്നുണ്ട്, എനിക്കറിയാം ഞാൻ എൻ്റെ അച്ഛനൊരു ബാധ്യതയാണ്, എങ്കിലും എനിക്ക് എൻ്റെ അച്ഛനെ വിട്ടിട്ട് പോകാൻ ഒട്ടും മനസ്സ് വരുന്നില്ല. ഇവിടെ നമ്മുടെ ഹേജിനാണെങ്കിൽ രാത്രി സമയത്ത് ആ കടയുടെ അടുത്ത് വരാൻ നേരത്ത് അവിടെ നമ്മളുടെ ജുവോണും ജുവോണിൻ്റെ അച്ഛനും കൂടി വർക്ക് ചെയ്യുമായിരുന്നു. ഇത് കാണുന്ന നമ്മുടെ ഹേജിന് നല്ല സങ്കടമാവും. അവൻ വേഗം തന്നെ ജുവോണെ പറഞ്ഞു വിട്ടിട്ട് അവൻ്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. രാത്രി സമയത്ത് കട ക്ലോസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഹേജും വന്നിട്ട് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയും, അതായത് ഞാൻ എന്തായിരുന്നാലും എൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ US പോകാൻ തീരുമാനിച്ചിരിക്കുക. അച്ഛൻ എന്തായിരുന്നാലും ഇതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് നന്നായിട്ടറിയാം എന്നെ കാരണമാണ് അച്ഛൻ ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് എന്ന്. ഇവിടെ നമ്മളുടെ ജുവോൻ്റെ അച്ഛൻ പറയും, നീ ഇതിനെപ്പറ്റി ആലോചിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന്. എന്നാൽ നമ്മുടെ ഹേജും പറയും, ഒരിക്കലുമില്ല, ഞാൻ എന്തായിരുന്നാലും പോയി പഠിച്ചിട്ടൊക്കെ വരാം എന്നും പറഞ്ഞിട്ട് അവനവൻ്റെ തീരുമാനം പറയും. ഈ ഒരു സിറ്റുവേഷനിൽ രണ്ടുപേരും നല്ല ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ സൻഹ ആ വീട്ടിലായിട്ട് വരുന്നതാ. നമ്മുടെ ജുവോൺ ആണെങ്കിൽ അവനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൾ അവനെ കാണുന്നത് ഓടി വരും. അവിടെ വെച്ചിട്ട് അവളുടെ കാല് സ്ലിപ്പായിട്ട് അവള് നേരെ വന്ന് നമ്മുടെ സൻഹേനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവള് നടന്ന കാര്യങ്ങളെല്ലാം വാതോരാതെ പറയാൻ തുടങ്ങും. നമ്മളുടെ ജുവോണിന്റെ അച്ഛൻ വയ്യാതായതും ഹോസ്പിറ്റലായതും ഒക്കെ ഇതൊക്കെ അറിയുന്നത് നമ്മുടെ ജുവോണിന്റെ അച്ഛനാണെങ്കിൽ ജുവോണെ നല്ലതുപോലെ വഴക്കുറയും, നീ എന്തിനാ ഇക്കാര്യമൊക്കെ സൻഹ എടുത്ത് പറഞ്ഞത് എന്നും ചോദിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ഹേജുനും സൻഹയും കൂടി റൂഫ് ടോപ്പിലായിട്ട് പോയിരുന്ന് സംസാരിക്കാൻ തുടങ്ങും. അവിടെ നമ്മുടെ ഹേജും പറയും, ഞാൻ എൻ്റെ ഒറിജിനൽ അച്ഛൻ്റെ കൂടെ US പഠിക്കാൻ പോവാ എന്ന്. ഇത് കേൾക്കുന്ന സൻഹ അവനെ പറഞ്ഞ് മനസ്സിലാക്കും, നീ നിന്റെ അച്ഛൻ കേസ് കൊടുക്കുമെന്ന് ആലോചിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്തത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ, ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ നിന്റെ അടുത്ത് ആർക്കും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമ്മുടെ ഹേജും പറയും, ഞാൻ എൻ്റെ തീരുമാനം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സൻഹയാണെങ്കിൽ അവനെ ഒത്തിരി പറയും, അതായത് നീ നമ്മളുടെ അച്ഛനെ വിട്ടിട്ട് പോകാൻ പോവുകയാണോ, അതൊരിക്കലും നടക്കത്തില്ല എന്ന്. ഇവിടെ നമ്മളുടെ ഹേജും പറയും, ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ എൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര ഗിൽറ്റി ഫീൽ അടിക്കും. ഇവിടെ നമ്മളുടെ സൻഹ പറഞ്ഞ് മനസ്സിലാക്കും, അങ്ങനെയൊന്നുമില്ല, നീ പുറത്തു പോയി കഴിഞ്ഞാൽ അച്ഛനിവിടെ സമാധാനമായിട്ടിരിക്കുമെന്നാണോ നിനക്ക് തോന്നുന്നത്? അച്ഛൻ അപ്പോഴും നല്ല ടെൻഷനിലായിരിക്കും. എനിക്ക് എന്തായിരുന്നാലും പഠിത്തത്തിന് വേണ്ടിയിട്ട് സിയോളിലോട്ട് പോയേ പറ്റൂ, നമുക്ക് രണ്ടു കൂടെ ഒരുമിച്ച് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ. എന്നാൽ നമ്മുടെ ഹേജും പറയും, അത് പറ്റത്തില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സൻഹ പറയും, ഓ നിന്റെ അച്ഛൻ വലിയ പണക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ നിനക്കിപ്പോൾ പണം വേണം, അതുകൊണ്ടല്ലേ നീ നിന്റെ അച്ഛനെ തന്നെ ചൂസ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഹേർട്ട്ഫുൾ ആയിട്ട് സംസാരിക്കും. ഇത് കേൾക്കുന്നേ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹേജുനാണെങ്കിൽ അവൻ്റെ മുഖത്തിട്ടൊരു ഇടി അങ്ങ് വെച്ചു കൊടുക്കും. അങ്ങനെ രണ്ടുപേർക്കിടയിൽ ഫൈറ്റ് സ്റ്റാർട്ടാവും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മളുടെ ജുവോൺ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അവരുടെ അടുത്ത് രണ്ടുപേർത്തും ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും എവിടോട്ടാ പോകുന്നേ എന്ന്. അവിടെ നമ്മളുടെ സൻഹയാണെങ്കിൽ ഇവളുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, നമ്മളുടെ ഹേജുനാണെങ്കിൽ അവൻ്റെ യഥാർത്ഥ അച്ഛൻ്റെ അടുത്ത് പോവുകയാണ്, ഞാൻ സിയോളിലോട്ടും പോവുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജുവോൺ ഭയങ്കര അപ്സെറ്റ് ആവും. അവൾ ചോദിക്കും, അവസാനം നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ ഫാമിലിയുടെ അടുത്തോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു അല്ലേ? ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.